ദുബായിൽ ജയിലിൽ കഴിയുന്ന വ്യവസായി അറ്റ്ലസ് രാമചന്ദ്രനെ മോചിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേസുകൾ ഒത്തുതീർക്കാനുള്ള നടപടികൾ തുടങ്ങി. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ദുബായിൽ നിന്നും. ജമാൽ, ഇതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? വിവരങ്ങൾ. സൗമ്യ, അറ്റ്ലസ് രാമചന്ദ്രനെ ജയിൽ മോചിതനാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദുബായിലെ അഭിഭാഷകനായ ആഷിഖ് മുഖേന ഇതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 2015 ഓഗസ്റ്റ് 23 അറ്റ്ലസ് രാമചന്ദ്രൻ ചെക്ക് കേസിൽപ്പെട്ട് ജയിലാകുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി, ഏതാണ്ട് 18 മാസമായി അദ്ദേഹം ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. ദുബായിലെ ഒരു ബാങ്കിന് 3 കോടി ദീർഘവും 40 ലക്ഷവും നൽകാനുള്ള കേസിലാണ് അദ്ദേഹം ഇപ്പോൾ 3 വർഷത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. നിരവധി ബാങ്കുകളിൽ സമാനമായ കേസുകളുണ്ട്. ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രവാസി മലയാളികളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നൽകുന്നത്. ബാങ്കുകൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് ദീർഘം സെറ്റിൽ ചെയ്താൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും കഴിഞ്ഞ ഏറെക്കാലമായി പ്രവാസി മലയാളികളുടെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുക എന്നത്. ഇതിനുള്ള ശ്രമം പല രീതിയിൽ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ചില ആസ്തികൾ, ഒമാനിൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ചില ആസ്തികളുണ്ട്. ഇത് വിറ്റ് ബാങ്കുകളുമായുള്ള ഒത്തുതീർപ്പിന് പണം കണ്ടെത്താം എന്നാണ് ഇവർ കരുതുന്നത്. ഏതായാലും അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രവാസി മലയാളികളുടെയും വ്യവസായികളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നുമുണ്ട്.